ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും എൻ്റെ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജുവേച്ചിയുടെ വെഡ്ഡിങ് ലുക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം അഞ്ജുവേച്ചിയുടെ വെഡ്ഡിങ് ഡേയിൽ ലുക്കിൽ തീരെ തൃപ്തിയില്ലായിരുന്നു. അപ്പോൾ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നാളെ വരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഷൂട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അഞ്ജുവേച്ചി നമുക്ക് പ്രാണയിൽ തന്നെ ജ്വൽസൊക്കെ എടുക്കാമല്ലോ, അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചേച്ചി മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്. ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്നത് ഞാനാണല്ലേ ചേച്ചോ? ഹായ് പടാ, ഹായ്. അപ്പം ഞങ്ങളെ കൊണ്ടുവിടെ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഞാൻ വീട്ടിലെത്തി മണവാളനെയും കൂട്ടി പോവാട്ടോ. മണവാളനെയും കൂട്ടിയത് ഞങ്ങളെ അച്ചുവടുത്തി ഉണ്ടതില്. അപ്പം മണവാളനെയും കൂട്ടി മണവാട്ടിയെ പിക്ക് ചെയ്യാൻ പോവാണ്. മണവാട്ടി അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മണവാട്ടിയെ കാണാം. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അഞ്ജുവേച്ചിനെ കണ്ടിട്ട്. അച്ചു കരയാണേ, മറ്റേ സിനിമയിലൊക്കെ റീൽസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഹെന്ന ബ്യൂട്ടി പാർലറിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ പ്രാണയുടെ തൊട്ടടുത്തുള്ള ബ്യൂട്ടി പാർലറാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങിയില്ലേ? അപ്പൊ ഞങ്ങൾ വിചാരിച്ച അഞ്ജേച്ചിന്റെ ഫൈനൽ ലുക്ക് കാണാൻ വന്ന ഞങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് ലുക്കാണ്. അപ്പൊ ഇതാണ് ബിന്ദു ചേച്ചി കേട്ടോ. അപ്പൊ ബിന്ദു ചേച്ചിന്റെ മേക്കപ്പാണ് അഞ്ജുവേച്ചിക്ക് ഇന്ന് ചെയ്യുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മൾ അഞ്ജുവേച്ചിന്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, ഓവർ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ബാഹുബലിയിലെ ദേവസേനയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇതാണ് ബിന്ദുവേച്ചി കേട്ടോ. ബിന്ദുവേച്ചി നമ്മളെ പ്രാണേന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബിന്ദുവേച്ചിന്റെ ബ്യൂട്ടി പാർലർ. അപ്പൊ ചേച്ചിയുടെ മേക്കപ്പ് ഞങ്ങൾ ഇപ്പാണ് ഫസ്റ്റ് ആണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അഞ്ജുവേച്ചിന്റെ. അപ്പൊ അഞ്ജുവേച്ചി യൂസ് ചെയ്തിട്ടുള്ള ഓർണമെന്റ്സ് എല്ലാം നമ്മുടെ പ്രാണയുടേതാണ്. അപ്പോൾ ബിന്ദു ചേച്ചീൻ്റെ നമ്മളെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു ബ്രൈഡൽ ലുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ബിന്ദു ചേച്ചീനെ നിങ്ങൾക്ക് എൻകറേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അഞ്ജുവേച്ചിനെ ഫുള്ളൊന്ന് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതാണ് അഞ്ജുവേച്ചിൻ്റെ ഫൈനൽ ലുക്ക്. അഞ്ജുവേച്ചി വെയർ ചെയ്തിരിക്കുന്ന സാരി ഒക്കെ ഡ്രാപ്പ് ചെയ്തത് ബിന്ദു ചേച്ചി തന്നെയാണ്. അപ്പോൾ ഈ ലുക്ക് എങ്ങനെയുണ്ട്? അപ്പം നമ്മൾ ചേച്ചിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ സിമ്പിൾ മേക്കപ്പ് വേണം. അപ്പം അതുപോലെ തന്നെ സിമ്പിൾ മേക്കപ്പാണ്. നമ്മളെ രൂപ എങ്ങനെയാണ് അതുപോലെ തന്നെയുണ്ട്. ഹെയറൊക്കെ അഞ്ജുവേച്ചിൻ്റെ ഒരു ഫേസ് ഒരു ഡിഫറെൻറ്റ് ഫേസ് ആയതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈലൊക്കെ ചേച്ചി നല്ല സ്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ാണ് ഗൈസ്. അപ്പൊ ഇതാണ് ലുക്ക്. അപ്പൊ നമ്മുടെ പയ്യോളി ഹെന്ന ബ്യൂട്ടി പാർലറാണ് അഞ്ജുവേച്ചിനെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. സലൂൺ. ഞാനാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ ഞങ്ങള് ലൊക്കേഷൻ മാറ്റി പാർപ്പിന്റെ മോളാക്കി സ്പോയിന്റ് എടുക്കാൻ പോകണം. അഞ്ജുവേച്ചി, ഇതോടെ നിങ്ങൾ ആഗ്രഹങ്ങൾ തീർന്നെന്ന് ഞാൻ ഗായ്സ്. ഇനി എന്റെ അടുത്ത പണി വെച്ച് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന പണ്ടാരത്തിന്റെ കൂടി അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വെട്ടും. ഏത് ബാക്ക്ഗ്രൗണ്ട് കേട്ടാണ് സംസാരമൊന്നും കേട്ടാ. കഷ്ടപ്പാടെടുക്കുന്ന കെട്ടിപ്പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ
അങ്ങനെയല്ല ക്ലോസപ്പ് വേണം ഇങ്ങനെ ചേച്ചി കണ്ണു കൂട്ടണ്ട അങ്ങനെ നോക്കിക്ക എന്നിട്ട് കുറച്ച് കൈ താത്ത് ഇങ്ങനെ ഞാൻ ചേച്ചി വന്നിട്ട് അപ്പാടെ കൊണ്ടോ നോക്കിക്ക ഉണ്ണേണ്ട അഞ്ച് ആയിട്ടില്ലേ ഉമ്മടുക്ക് ജ്യൂസ് കുടിക്കല്ലേ ഉമ്മടുക്ക് ആ രസയില്ലേ അക്ക യൂരേമ കൊടുക്കോ ആ ഞങ്ങളല്ല സെക്സ്കി പോസ് കൊടുക്ക് പോണ്ടേ ചിലക്കാണ്ട് ഇനി വല്ലത് കയ്യിലുണ്ടോ കഴിഞ്ഞോ നല്ലൊരൊറ്റ ഫോട്ടോ കിട്ടിക്കോ അങ്ങനെ നോക്ക് ഇനി അവസാനം കിട്ടിയിക്കില്ല എന്നിട്ട് മുണ്ട് കാണുന്നടേ കാല് കാണുന്നേ ആ അത് ഞങ്ങള് പോസ് നോക്കട്ടെ ആ ഉമ്മയാണോ അതെല്ലേ ഹലോ ഗായ്സ് അപ്പൊ നമ്മള് 10:30 തുടങ്ങി ഇപ്പൊ സമയം എത്ര വെച്ചു 11 മണിയേക്കുള്ളൂ വേറെ 1/2 മണിക്കൂറുണ്ട് ഞങ്ങൾ ഷൂട്ട് നിർത്തി ആദ്യം തുടങ്ങിയത് ക്യാമറയിലാണ് പക്ഷെ ഞങ്ങൾ അവസാനിപ്പിച്ചത് ഫോണിലാണ് കേട്ടോ അപ്പം എങ്ങനെ നമ്മളെ വ്ളോഗ് ഇന്ന് കഴിയും പക്ഷെ ഒന്നും കൂടെ ചെയ്യാം അമ്മായിയമ്മേൻ്റെ മരുവോളെ കണ്ടിട്ടുള്ള എക്സ്പ്രഷനും കൂടെ ഞങ്ങൾ ഇതിലെ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഞങ്ങളെ ഫാമിലി വ്ളോഗുമായി ഞങ്ങൾ വരുന്നതായിരിക്കും ഇനി ഇതുപോലത്തെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ഇയാളാണ് ഞാൻ ഷൂട്ട് ചെയ്ത് ഞാനൊരു കമ്പനി തുടങ്ങാൻ പോകും പിന്നെ ഞാൻ ഇന്നലെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ചേച്ചി നിങ്ങൾ എന്നെ കല്യാണത്തിന് നിങ്ങൾക്ക് ഒരു തൃപ്തി ഇല്ലാത്തതുകൊണ്ടല്ലേ റീഷൂട്ട് ചെയ്തേ അപ്പം അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്യുന്നേ 3 ആൾക്കാ നമുക്ക് ഒരു ഓഫർ കൊടുക്കാം ഫോട്ടോ ഞാൻ എടുത്തു തരാം ജ്വല്ലറി നമ്മൾ തരാം സാരി ഞങ്ങളെടുത്തൊക്കെ ഉണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം മേക്കപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം നമ്മൾ ചെയ്തു തരും ഞങ്ങൾ ചെയ്യാം അപ്പൊ ഞങ്ങൾ ഓഫർ ആദ്യം കമന്റ് ചെയ്യാം എല്ലാവരും കമന്റ് ചെയ്യാം മേക്കപ്പ് ഇങ്ങനെ ഒരു റീമാരേജ് ഷൂട്ടിന് താല്പര്യമുള്ള ആൾക്കാര് റീമാരേജ് ഷൂട്ട് തന്നെ പറയാ എന്തെങ്കിലും റീക്രിയേഷൻ ഓക്കെ പ്രാണയുമായി ബന്ധപ്പെടേണ്ട യൂട്യൂബിൽ കമന്റ് ചെയ്യാം അതിൽ നമ്മൾ സെലക്ട് ചെയ്യും 3 ആളെ നമ്മൾ പേര് എഴുതിയിട്ട് നമ്മളെങ്ങനെ നറുക്കെടുത്തിട്ട് 3 പേരെ നമ്മൾ സെലക്ട് ചെയ്യുക അത് നമ്മളൊരു വീഡിയോ കൂടെ നമുക്ക് പറയാം അല്ലേ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു ലൊക്കേഷൻ നമ്മൾക്ക് ഇല്ല ഫാമിലിയിലെ ആൾക്കാരെ കിട്ടില്ല അപ്പൊ നമുക്ക് കോട്ടയിലെ അമ്പലത്തിൽ നിന്ന് ചെയ്യാം അല്ലെ അത് നല്ലൊരു ലൊക്കേഷൻ നോക്കിട്ടല്ലേ നമുക്ക് ഇവിടെ തന്നെ ഇത് പിന്നെ ഇന്നിപ്പോ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ സാധിച്ചില്ല അപ്പൊ നിങ്ങൾ ആഗ്രഹം ഞങ്ങൾ അവിടെ വെച്ചിട്ട് സാധിച്ചു നമ്മള് കോട്ടയിലല്ലേ ആ കോട്ടയിൽ ഇനി നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾ അതോടെ കഴിഞ്ഞ് അപ്പൊ നമുക്ക് കോട്ടയിൽ അമ്പലത്തിൽ വെച്ച് നമുക്ക് അത് റീക്രിയേറ്റ് ചെയ്യാം അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അല്ലേ ചായ കുടിക്കണം 5 ചായ അടിച്ചിട്ടില്ല അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ഉമ്മ